നാൻകോ പെയിൻറ്റിനെ കുറിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നാൻകോ പെയിൻറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് സാറിനോട് തന്നെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഈ കുറഞ്ഞ കാലയളവിൽ വളരെ വലിയൊരു മുന്നേറ്റം നടത്താൻ നാൻകോ പെയിൻറ്റ്സിന് സാധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം നല്ല റിവ്യൂസ് നമ്മൾ കണ്ടു. നാൻകോ പെയിൻറ്റ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നാൻകോ പെയിൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നാൻകോ പെയിൻറ്റ്സിൻ്റെ ഫോർമുലേഷൻ തന്നെ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മളുടെ കുറേ പ്രത്യേകതകളുണ്ട്. മറ്റുള്ള കമ്പനിയിൽ നിന്ന് പ്രത്യേകതകളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ഏരിയ, നല്ല കവറിങ്, ഹൈ ക്വാളിറ്റി, ഹൈ ബ്രാൻഡിൻ്റെ റോ മെറ്റീരിയലാണ് നമ്മൾ യൂസേജ് ചെയ്യുന്നത്. മറ്റുള്ള കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാക്ടറി ടു മാർക്കറ്റിംഗ് ടീമിന് പോകും. മാർക്കറ്റിംഗ് ടീമിൽ നിന്ന് നേരെ എന്ത് ചെയ്യും, ഡീലർ പോയിന്റിൽ പോകും. ഡീലർ പോയിന്റിൽ നിന്ന് വേറെ പെയിൻറ്റർ പോയിന്റിലേക്ക് പോകും. ഇത് 4-5 ഇടനിലക്കാർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കസ്റ്റമേഴ്സിന് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിലയും മറ്റുള്ള കാര്യങ്ങളും കൂടുതൽ വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വില കുറച്ചിട്ട് നമുക്ക് നേരിട്ട് കസ്റ്റമർ ടു ഫാക്ടറി എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ കമ്പനിയുടെ ഫോർമുലേഷനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്വാളിറ്റിയും വാറണ്ടിയും ഉറപ്പ് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും. ഒരു കമ്പനി ഓണർ എന്ന നിലയിൽ ഇത്രയും കോൺഫിഡൻസോടെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഗ്യാരണ്ടി നൽകാൻ സാറിന് കഴിയുന്നത് എങ്ങനെയാണ്, അതും ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ? എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൈലൈറ്റ് 35 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഈ 35 വർഷം മുതൽ ഞാൻ ഈ പെയിൻറ് മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് 2012 മുതൽ പഠിക്കുകയും അത് ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും അത് പ്രൊഡക്ഷൻ 2019 സ്റ്റാർട്ടിങ് ചെയ്ത് അത് മാർക്കറ്റിൽ ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കി ഉൽപ്പാദിച്ച് കൊണ്ടുകൊടുത്ത് വിറ്റ് അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ഗുണം ദോഷവും എല്ലാം മനസ്സിലാക്കിയിട്ടാണ്, അതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് നാൻകോ പെയിൻറ്റ്സ് എന്ന ബ്രാൻഡിൽ നമ്മൾ ഇതിനെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത്രയും വില കുറച്ചിട്ടും അതുപോലെ നല്ല ക്വാളിറ്റിയിലും, കാരണം അതിൻ്റെ എല്ലാ ടെസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്ത് നമ്മളൊരു ബ്രാൻഡ് നെയിമിനെ കൊടുത്തിട്ട് ആ ബ്രാൻഡ് നെയിം നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിങ്ങിൽ 6 മാസം മുമ്പ് നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ കൊടുന്നു. ഇത് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു നല്ലൊരു ബ്രാൻഡായിട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള കടകളിൽ വിൽക്കുന്നതിനേക്കായി പകുതി വിലക്കും ഹൈ ക്വാളിറ്റിയിലും മറ്റുള്ള കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കായി നല്ല ക്വാളിറ്റിയിലും നല്ല വില കുറച്ചിട്ട്, പകുതി വിലക്കും കുറച്ചിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. നാൻകോ പെയിൻറ്റ്സിന് വില കുറവാണെങ്കിലും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര വർഷം വരെയാണ് കസ്റ്റമേഴ്സിന് വാറണ്ടി കൊടുക്കാൻ സാധിക്കുക? നാൻകോ പെയിൻറ്റ്സിന് 2 വർഷം മുതൽ 10 വർഷം വരെയുള്ള വാറണ്ടി ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്. 2, 3, 4, 5, 6, 7, 8, 10 അങ്ങനെയുള്ള ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് വാറണ്ടികൾ അവൈലബിൾ ആണ്. മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നാൻകോ പെയിൻറ്റ്സിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? നാൻകോ പെയിൻറ്റ്സിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ള കമ്പനികളെക്കായും കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. കാരണം ഒന്നാമത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം കൂട്ടാതെ, ഗ്ലോസി ടൈപ്പ് ആണെങ്കിൽ തീരെ വെള്ളം കൂട്ടാതെ അടിക്കണം. സാധാരണ കമ്പനികളിൽ നമ്മൾ വെള്ളം കൂട്ടിയിട്ടാണ് അടിക്കുക. പക്ഷേ വെള്ളം കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ റോളറിന് ബ്രഷ് ചെയ്യുമ്പോൾ താഴെ ഇറ്റിയിട്ട് താഴെ എല്ലാം വൃത്തിയാക്കാനായിട്ട് ഒരാൾ വേണം. കുറേ പ്രശ്നങ്ങൾ വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കൂട്ടാതെ മറ്റുള്ള കമ്പനികൾ അടിക്കാൻ പറ്റില്ല, ലൈനിങ് വരും, ബ്രഷിൻ്റെ ലൈനിങ്ങൾ വരും. നമ്മളെ പ്രൊഡക്റ്റ് ലൈനിങ് വരില്ല. ഒന്നത്. രണ്ടാമത്തേത് താഴെ ഇറ്റൂല. മൂന്നാമത്തേത് നല്ല ഏരിയ, നല്ല കവറിങ്ങും നല്ല സ്മൂത്തിങ്ങും കിട്ടും. 3. നാലാമത്തേത് ഞങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം ഫിൽട്ടർ ചെയ്ത ക്ലോറിങ്ങിൻ്റെ ഇതെല്ലാം ഒഴിവാക്കിയുള്ള ഫിൽട്ടർ ചെയ്ത വെള്ളമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുമ്പോൾ പല വീടുകളിലും പല തരത്തിലുള്ള വെള്ളങ്ങളായിരിക്കും, ക്ലോറിങ്ങിൻ്റെ അംശങ്ങളും മറ്റുള്ളതൊക്കെ അടങ്ങിയിട്ടുള്ള വെള്ളം. അത് നമ്മൾക്ക് പെയിൻറ്റിനെ വാറണ്ടിനെ ബാധിക്കും. നമുക്ക് വരുന്ന പല ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വാറണ്ടി നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ചില പെയിൻറ്റർമാർക്ക് ഒരു ധാരണ ഉണ്ട്, നമ്മൾ വെള്ളം കൂട്ടിയാൽ ഏരിയ കിട്ടുമോ, വെള്ളം കൂട്ടാതെ അടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ആ ഏരിയയും കവറിങ്ങും നിലനിർത്തിയിട്ട് തന്നെ
നമ്മൾ ഈ പ്രൊഡക്റ്റിനെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുകൊണ്ട് നല്ല കസ്റ്റമേഴ്സിൽ ഹാപ്പിയാണ്. നല്ല ഏരിയ ഉണ്ട്, കവറിങ് ഉണ്ട്. പക്ഷെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രഷ് സാധാരണ ബ്രഷ് പിടിച്ച് അടിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഡബിൾ ബ്രഷുമ ഒരു കൊഴുപ്പ് പോലെയുള്ള സാധനമാണ്. അപ്പം കൂടുതൽ ഏരിയ കിട്ടും, എല്ലാ ഫാസ്റ്റ് ഡ്രൈ ആവും, പെട്ടെന്ന് ഉണങ്ങും. ആയത് കൊണ്ട് നമ്മൾ അറിയാത്ത പെയിന്റിങ്ങാരാകുമ്പോൾ അത് അടിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് ഏരിയ കവറിങ് കുറയും. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കൂടുതൽ ഏരിയ കവർ ചെയ്ത് കിട്ടും ചെയ്യും. നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൊഡക്റ്റ്, നല്ല വാറണ്ടിയും നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും. നാൻകോ പെയിന്റ്സിനെ കുറിച്ച് ഫിറോസ് സാർ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ അറിയാനായി നാൻകോ പെയിന്റ്സിന്റെ തിരുനാവായുള്ള ഷോറൂം ഇപ്പൊ തന്നെ സന്ദർശിച്ചോളൂ.